നാടൻ ചക്കകളുടെ രുചി വിസ്മയവുമായി മുക്കം നഗരത്തിൽ പ്രഥമ ചക്ക മഹോത്സവം. നഗരസഭയിൽ മൂല്യവർദ്ധിത ചക്ക ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമാക്കുകയെന്ന ലക്ഷ്യമിട്ടാണ് ചക്ക മഹോത്സവത്തിന് വേദിയൊരുക്കിയത്. നഗരസഭയും മുക്കം കൃഷിഭവനും കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മുക്കം നഗരത്തിലെ എസ്.കെ. പാർക്കിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. നാട്ടിലെ പറമ്പിലാകെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചക്കകൾ ഇനി മുക്കം നഗരസഭയിൽ ഉപയോഗശൂന്യമായി പോകുകയില്ലെന്നാണ് ഇത്തരം ചക്കമേള സാക്ഷ്യമാകുന്നത്. ചക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇനി വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ആവശ്യക്കാർക്കായി വിപണിയൊരുക്കാൻ ഇതോടെ ഒരുങ്ങുകയായി മുക്കം നഗരസഭ. അതിനായി 2026 മുതൽ 2027 വരെ വാർഷിക പദ്ധതിയിൽ തുകയും വകയിരുത്തിയിട്ടുണ്ട്. ചക്ക അച്ചാർ, ചക്ക കൊണ്ടാട്ടം, ചക്ക പായസം, ലഡു, ചക്കപ്പുഡിംഗ്, കേക്ക്, ചക്ക ഉപ്പേരി, ചക്കപ്പുട്ട്, ചമ്മന്തി, ഉണ്ണിയപ്പം, പുഴുക്ക്, ഹൽവ, ചക്കക്കുരു വരട്ടിയത്, തോരൻ, ചക്കക്കുരു ഉപ്പേരി, ചക്ക ചപ്പാത്തി, ചക്കപ്പുട്ട് എന്നിവയാണ് മേളയിൽ മത്സരത്തിൽ ഒരുക്കിയത്. ചക്ക ഹലുവയും ചക്ക കൊണ്ടാട്ടവും മത്സര ഇനങ്ങളിൽ താരങ്ങളായി. ചക്ക ഫുഡിങ്, ചക്ക കേക്കും പായസവും കാഴ്ചക്കാർക്ക് നൽകിയപ്പോൾ അത്ഭുതമായ രുചിക്ക് അനുഭവമായി. പുറമെ ചക്ക പ്രദർശനം, പ്ലാവ് റെഡ് ജാക്ക്, മഞ്ഞ ജാക്ക്, വിയറ്റ്നാം, ഹെർലി തുടങ്ങി ചക്കകളുടെ തൈ പ്രദർശനം വിൽപ്പനയും നടന്നു. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച രമണി മണാശ്ശേരി, ബുഷ്ര മൻസൂർ ചേന്ദമംഗല്ലൂർ, സനിത എന്നിവർക്ക് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മേളയിൽ പങ്കെടുത്ത കർഷകരിൽ ഏറ്റവും വലിയ ചക്ക എത്തിച്ച കർഷകയായ കച്ചേരി സ്വദേശിനി വത്സലയ്ക്ക് 1ാം സമ്മാനവും 2ാം സ്ഥാനം മണാശ്ശേരി സ്വദേശി ശ്രീധരനും നേടി. ഫെസ്റ്റ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ഈ ചക്ക കൊണ്ട് നമ്മുടെ നാടിന് എന്തൊക്കെ ഉപകാരമുണ്ട്, എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെ പെട്ടെന്നായതുകൊണ്ടായിരിക്കാം ഇത്രയും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വിഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള തീരുമാനമായിട്ടും ഇത്രയും വിഭവങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ചക്കകൾ ഇവിടെ ഏറ്റവും വലിയ ചക്കയുടെ പ്രദർശനമുണ്ട്, അതിന് സമ്മാനമുണ്ട്. തീർച്ചയായിട്ടും ഇനി അടുത്ത കാലങ്ങളിൽ നമുക്ക് ഇതിലും വലിയൊരു പരിപാടിയായിട്ട് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഈ ചക്ക, നമ്മളെ ഈ നഗരസഭയിൽ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ തന്നെ ഒരു ചക്ക യൂണിറ്റ് എന്നുള്ള ഒരു സംരംഭം തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുടുംബശ്രീയെയും അതേപോലെ കൃഷിഭവനെയും എല്ലാം കൂട്ടിപ്പിടിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയുന്നത് ഇതിനൊക്കെ മുന്നോട്ട് നിൽക്കുന്ന കുടുംബശ്രീ സീരിയസ് ചെയർപേഴ്സൺ ആവട്ടെ, കൃഷി ഓഫീസർ ആവട്ടെ, നമ്മുടെ പുതിയ കൃഷി ഓഫീസറാണ്, അവരെല്ലാം വളരെ ആർജവത്തോടെയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സി.എ. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഷബീർ അഹമ്മദ് ചക്ക മഹോത്സവം തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ നടത്തുന്ന മുക്കം നഗരസഭയുടെ പ്രഥമ ചക്ക ഫെസ്റ്റാണ്. വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു ആദ്യഘട്ടം നിലയിൽ ഒരു തുടക്കം മാത്രമാണ്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയുടെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റും ഏകദേശം ധാരണയായിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മനീഷ ഉള്ളാട്ടിൽ, അബ്ദുൽ അസീസ് വാർപ്പിൽ, കെ.പി. ബിന്ദു, കുടുംബശ്രീ സി.ഡി.എസ് ചെയർപേഴ്സൺ ധനീഷ്, ഷരീഫ് വെണ്ണക്കോട്, ജസീല അസീസ് തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.